to our career talk. Okay. Okay, ഫസാന ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഫസാനയുടെ Thank you. പ്ലേസ് എവിടെയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. I'm Farzana. I'm from Malappuram. Now I'm a student, Calicut University, BCom Finance. പിന്നെ ഞാൻ ഇപ്പം അവോധയിൽ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ട്രെയിൻ ഞാൻ ചെയ്യുന്നത്? എറണാകുളം വൈറ്റില. വൈറ്റിലാണല്ലേ? ഓക്കെ. ഇന്റേൺഷിപ്പ് ആണോ അതോ ഇന്റേൺഷിപ്പ് അല്ലേ? ഇന്റേൺഷിപ്പ് ആണ്. പെയ്ഡ് ആണോ അതോ അതെ അതെ, അൺപെയ്ഡ്? എന്താണ്? പെയ്ഡ് ആണ്. പെയ്ഡ് ആണ്. എത്രയാണ് പേയ്മെന്റ് ഒക്കെ? സാലറി 5,000. 5,000. ഓക്കെ. സ്റ്റാർട്ടിംഗ് അല്ലേ? സ്റ്റാർട്ടിംഗ് അതെ. ആയതുകൊണ്ടൊക്കെയാണ് അത്രയും വരുന്നത്. ഇന്റേൺഷിപ്പും കൂടെ അല്ലേ? ഓക്കെ. ഫസാന ബികോം ആയിരുന്നല്ലേ പഠിച്ചത്? അവോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? അതെ. എന്ത്? ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ. ട്രാവൽ ആൻഡ് ടൂറിസം. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് എടുക്കാനുള്ള ഒരു കാര്യം? അതായത് ബികോമിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്താണ്? ഈ ടൂറിസം ഇൻഡസ്ട്രി എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പൊ ഏത് വഴിയാണ് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മുടെ അവോധയെ കുറിച്ച് കേട്ടത്? എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ അവോദേവ് ജോയിൻ ചെയ്തത് രശ്മി എന്നാ പേര്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. എന്നായിരുന്നു അവര് കോഴ്സ് വഴിയാ. സ്റ്റാർട്ട് ചെയ്തത്? എന്നായിരുന്നു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്? 1 year മുന്നേ ആണ്. ആണോ? ഒരുപാട് ലേറ്റ് ആയോ? ലേറ്റ് ആയി. ഞാൻ ബികോം ചെയ്തോണ്ടിരിക്കുക. അപ്പം ടൈം ഓക്കെ. കിട്ടില്ലായിരുന്നു ഓ ക്ലാസ് ആണല്ലേ? കാണാനൊന്നും. അങ്ങനെ ഓക്കെ ലാഗ് ഫൈൻ. ആയി പോയി. ഓക്കെ ഓക്കെ. നമ്മുടെ അവോധയില് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്നത് ഫർസാനയുടെ അഭിപ്രായത്തില് വേർത്ത് ആണോ? അതായത് നമുക്കറിയാലോ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട്. കാരണം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു കാര്യത്തെ കുറിച്ച് ആ അറിയാതെ പറയുന്ന പലതും നമ്മളുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫർസാന നമ്മുടെ അതെ. അവോധയുടെ എന്താ പറയാ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നമ്മുടെ അവോധയിൽ പഠിച്ചിട്ട് ഇന്റേൺഷിപ്പിന് കയറിയിട്ടുള്ള ഒരു സക്സസ്ഫുൾ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിമണീസ് തന്നെയാണ് നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറീസ് തന്നെയാണ് നമുക്കൊരു അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫർസാനക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനിരിക്കുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും എന്താണ് പറയാനുള്ളത്? എനിക്കിപ്പോ എന്റെ കരിയറിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് അവോധയില് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വലിയൊരു കാര്യമാണ്. ഈ ഏജിൽ തന്നെ ഒരു ജോബ് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവോധയിൽ ഈ കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് വലിയ റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജോബ് കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പം ജോബ് കിട്ടിയപ്പോഴാണ് ഒരു വിശ്വാസമായി. ഓക്കെ ഫൈൻ ഫൈൻ. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് ആ അറിയാതെ നമുക്ക് പറഞ്ഞാൽ അത് തെറ്റായി പോകത്തേ ഉള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് അവോധയെ കുറിച്ച് കുറ്റം അതെ. പറയുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അറിയില്ല അവോധയുടെ ആ ഒരു പവർ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ജോബ് കിട്ടുമെന്ന് പറയുന്നത്. നമ്മൾ വെറുതെ പറയുന്നതല്ല ജോബ് കിട്ടും എന്നുള്ളത്. ഓക്കെ. നമ്മുടെ നീഡ് ഹെൽപ്പ് ഒക്കെ ജോയിൻ ചെയ്തിരുന്നില്ലേ? ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ചെയ്തായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആയിരുന്നല്ലേ? ട്യൂട്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നോ? അതെ അതെ. ആയിരുന്നല്ലേ? ഓക്കെ. താങ്ക് യു ഫർസാന ഫോർ യുവർ ടൈം. താങ്ക് യു.